അപ്പോൾ ഇതേപോലെ മുളച്ച നമ്മുടെ ഉരുളക്കിഴങ്ങ് ഉണ്ടെങ്കിൽ അതൊന്നും കളയാതെ നമുക്ക് നല്ല രീതിയിൽ ഇങ്ങനെയാണ് ഉരുളക്കിഴങ്ങ് കൃഷി ചെയ്യുന്നതെന്ന് നോക്കാം കേട്ടോ. വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് നമുക്ക് ഒരു കൊട്ട ഉരുളക്കിഴങ്ങ് പോലും നമുക്ക് ഈ ഒരു മുളച്ച ഉരുളക്കിഴങ്ങിൽ നിന്ന് ഉണ്ടാക്കാം. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കിയാലോ. അതിനായിട്ട് ആദ്യമേ തന്നെ നമ്മൾ വീടുകളിലുള്ള ഇങ്ങനെ മുള വന്നിട്ടുള്ള നമ്മുടെ ഉരുളക്കിഴങ്ങുകളൊക്കെ കറി വെക്കാൻ ഉപയോഗിക്കരുത്. അങ്ങനെ ഉപയോഗിക്കരുതെന്നാണ് നമ്മുടെ ഹെൽത്ത് ഓർഗനൈസേഷൻ, അതായത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത്. അതിൻ്റെ അകത്ത് എന്തോ വിഷമുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇതിനെ നമുക്ക് ഒരു ഉരുളക്കിഴങ്ങിനെ തന്നെ നമുക്ക് 3 കഷ്ണങ്ങളാക്കാം കേട്ടോ. അതായത് മുള ഭാഗമുള്ള ഭാഗം നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മുളച്ച് വരുന്നതായിട്ട് കാണും. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. അതിനുശേഷം നല്ലൊരു പോട്ടി മിക്സിലേക്ക് നമ്മൾ നട്ടു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ പോട്ടി മിക്സ് ആയിട്ട് എടുത്തത് നല്ല ഇളക്കമുള്ള മണ്ണ്. ആദ്യമേ ഒരു ചാക്കിലാണ് നട്ടിരിക്കുന്നത്. ചാക്കിൻ്റെ അടിഭാഗത്ത് ഏകദേശം 3/4 ഭാഗവും നമ്മൾ കരികില നിറച്ചു. അതിനുശേഷം മണ്ണ്, മണൽ, ചാണകപ്പൊടി. ഇനിയിപ്പോൾ ചാണകപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് കമ്പോസ്റ്റ് തേയിലുണ്ടെങ്കിൽ അത് കൊടുക്കാം. അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് ചാണകപ്പൊടി അല്ലെങ്കിൽ നമ്മുടെ കമ്പോസ്റ്റ് ഇങ്ങനെ വിതറുകയാണ് ചെയ്യുന്നത്. ഇത്രയും ഭാഗത്ത് ചെറുതായിട്ടൊന്ന് താത്തി വെച്ചാൽ മതി കേട്ടോ. പെട്ടെന്ന് നമുക്ക് ഇതൊരു ഒരാഴ്ചക്കുള്ളിൽ മുളച്ച് കിട്ടും. ഇനി അതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് കരിയില ഇട്ടിട്ട് ഒന്ന് പൊതയിട്ട് കൊടുക്കുക. പിന്നെ ഡെയിലി ഒന്ന് വെള്ളം നനയ്ക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ കടലയുടെയൊക്കെ കഴുകിയ വെള്ളമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വെള്ളം നനയ്ക്കുക. ഇനി ഉറുമ്പിൻ്റെ ശല്യം കുറയ്ക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതേപോലെ മഞ്ഞൾ ഏകദേശം വെള്ളത്തിൽ ഇതാക്കിയിട്ട് നന്നായിട്ടൊന്ന് ചാലിച്ചതിന് ശേഷം ഇതേപോലെ തളിച്ചു കൊടുത്തത് കേട്ടോ. അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉറുമ്പിൻ്റെ ശല്യം കുറയ്ക്കാൻ പറ്റുമെന്നാണ് എനിക്ക് ഇതുവരെയായിട്ടും കിട്ടിയ റിസൾട്ട്. ഇതേപോലെ നമ്മൾ പാകി ഏകദേശം ഒരു 1.5 മാസം കഴിഞ്ഞ ഉരുളക്കിഴങ്ങാണ്. നന്നായിട്ടുണ്ടായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ ചോട്ടിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ നമ്മൾ ഗ്രോ ബാഗിലാക്കിയിട്ട് എനിക്ക് തോന്നുന്നു ഏകദേശം 1 കിലോയുടെ അടുത്ത് ഒരു 4 ഉരുളക്കിഴങ്ങിന് കിട്ടിയായിരുന്നു. അപ്പം ഇനി ഏകദേശം ഒരു 3-4 മാസത്തിനുള്ളിൽ നമുക്ക് ഇതൊക്കെ നന്നായിട്ട് വിളവെടുക്കാനാവും. അപ്പം എല്ലാവരും ഇതൊന്ന് വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക.